നമ്മുടെ കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 19-ാം തീയതി ഞായറാഴ്ച മാവടിയിൽ വെച്ചിട്ട് ഒരു മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിയ ആ മെഡിക്കൽ ക്യാമ്പിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മളിങ്ങനൊരു സമ്മേളനം വിളിച്ചിട്ടുള്ളത്. കനിവ് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷക്കാലമായി കുളക്കട പഞ്ചായത്തിലെ മാവടി കേന്ദ്രീകരിച്ച് പാലിയേറ്റീവ് കെയർ മേഖലയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് കനിവ്. 2020 കോവിഡ് മഹാമാരിയുടെ കാലത്ത് നമ്മുടെ നാട്ടിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കനിവ് എന്ന പേരിൽ ഞങ്ങളെ സംഘടനയ്ക്ക് തുടക്കം കുറിക്കും. കോവിഡ് കാലം കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു സംവിധാനം ശരിക്കും ഈ നാട്ടിൽ കിടപ്പ് രോഗികളെയും ദുരിതമനുഭവിക്കുന്നവരെയും സഹായിക്കുന്ന ഒരു പ്രസ്ഥാനമായി മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഉള്ളവരും നമ്മുടെ സുഹൃത്തുക്കളും വിദേശ മലയാളികളും കനിവിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകളും കനിവിൻ്റെ സഹായവുമായി എത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ 3 വർഷക്കാലം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുമായി കനിവിന് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുളക്കട പഞ്ചായത്തിൽ നിർദ്ധനരായ 4 ആളുകൾക്ക് കിടപ്പാടമില്ലാതിരുന്ന 4 പേർക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകിയതാണെങ്കിലും ഏതാണ്ട് 100ഓളം വരുന്ന 113 പേർക്ക് അപകടത്തെ തുടർന്ന് പ്രായാധിക്യം കൊണ്ടും ഒക്കെ വീടുകളിൽ കിടപ്പായി പോയ 100ഓളം ആളുകൾക്ക് വീൽചെയറും മറ്റ് അനുബന്ധ ആരോഗ്യ രക്ഷാ ഉപകരണങ്ങളും വിതരണം ചെയ്യാൻ ഇതിനിടയ്ക്ക് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 6 മുതൽ 8 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന 4 വീടുകളാണ് ഈ കാലയളവിൽ നിർമ്മിച്ചു കൊടുത്തത്. 3 വീടുകളുടെ അറ്റകുറ്റപ്പണികൾ, അതും വളരെ നിർദ്ധനരായ വളരെ ദുരിതകരമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന 3 കുടുംബങ്ങൾക്ക് അവരുടെ വീടുകളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചു കൊടുക്കാനും കനിവിന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നിരവധി വരുന്ന ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരാണെങ്കിലും മരുന്ന് വാങ്ങാനില്ലാത്ത പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നതിനാണെങ്കിലും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഡോക്ടർ വിഷ്ണുവിൻ്റെ അടക്കം നേതൃത്വത്തിൽ ഡോക്ടർമാരുടെ നല്ല ഒരു ടീം, അത് ആയുർവേദ മേഖലയിലും അതുപോലെ തന്നെ അലോപ്പതിയിലുമുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ഏതാണ്ട് 36ഓളം ആളുകളുടെ വീടുകളിലെത്തി ആഴ്ചയിൽ 2 ദിവസക്കാലം വീതം ആ രോഗികളെ പരിചരിക്കുന്നതിനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനും ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളും കനിവിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. കൊട്ടാരക്കര ഗവൺമെന്റ് ആശുപത്രിയിൽ കഴിഞ്ഞ 200 ദിവസക്കാലം 213 ദിവസക്കാലമായി സായാഹ്ന ഭക്ഷണ വിതരണം അവിടുത്തെ കിടപ്പ് രോഗികൾക്ക്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും വൈകുന്നേരം ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും കനിവിന് സാധിക്കുന്നു. പകൽ വീട് എന്ന് പറയുന്ന വലിയൊരു സ്വപ്നത്തിലാണ് ഇപ്പോൾ കനിവ് നിൽക്കുന്നത്. മാവടി കേന്ദ്രീകരിച്ച് വാർദ്ധക്യത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾക്ക് പകൽ സമയങ്ങളിൽ വന്ന് സന്തോഷകരമായി അവരുടെ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ള വിനോദത്തിൽ, വായനയിൽ, മറ്റ് എന്ത് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന രൂപത്തിൽ ഒരു പകൽ വാസ കേന്ദ്രം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നടക്കുന്നത്. മാവടി ക്ഷേത്രത്തിന് സമീപം 30 സെന്റ് സ്ഥലം ഇതിനായി ഞങ്ങൾ വാങ്ങിച്ചു. അങ്ങനെ വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളുമായി കനിവ് പോകുമ്പോഴാണ് എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ ഈ വർഷവും ഒരു മെഡിക്കൽ ക്യാമ്പിനെ കുറിച്ചുള്ള ആലോചന ഞങ്ങൾ നടത്തി. അത് കേവലം ഒരു ചെറിയ ക്യാമ്പ് എന്നതിന് ഉപരിയായി വിപുലമായ സൗകര്യങ്ങളോട് കൂടിയിട്ട്, വിപുലമായ ക്രമീകരണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു മെഗാ ആയുർവേദ മെഡിക്കൽ ക്യാമ്പാണ് നിശ്ചയിച്ചത്. ഇന്ത്യൻ ആയുർവേദ മെഡിക്കൽ അസോസിയേഷന്റെയും അശ്വിനിമഠം ആയുർവേദ ആശുപത്രിയുടെയും സഹായത്തോടു കൂടിയിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിർദ്ധനരായ, മരുന്ന് വാങ്ങാൻ നിവൃത്തിയില്ലാത്ത, ചികിത്സിക്കാൻ നിവൃത്തിയില്ലാത്ത 100ഓളം വരുന്ന ആളുകൾക്ക് വരുന്ന 1 വർഷക്കാലം
പൂർണ്ണമായും സൗജന്യമായി അവർക്ക് മരുന്നും ചികിത്സയും ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനവും നടന്നു വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ആലോചിച്ചു. അതിൻ്റെ ക്യാമ്പിനെ സംബന്ധിച്ചുള്ള മറ്റു വിശദാംശങ്ങളെല്ലാം ഈ ക്യാമ്പിൻ്റെ പ്രധാന കോർഡിനേറ്ററും കനുവിൻ്റെ തുടക്കം മുതലുള്ള ഞങ്ങളുടെ ഉപദേശകനും ഒക്കെയായി പ്രവർത്തിക്കുന്ന ഡോക്ടർ വിഷ്ണു സൂചിപ്പിക്കും. ഡോക്ടർ വിഷ്ണുവിനെ അവതരിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഞങ്ങൾക്ക് അഭിമാനകരമായ നേട്ടമുണ്ടാക്കിയ അഭിമാനകരമായ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഞങ്ങൾ കനുവിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്ന സമയത്ത് മാവടിയിൽ ലക്ഷം വീട്ടിൽ 11 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി അലോപ്പതി ഡോക്ടർമാർ എഴുതി തള്ളി ഇനി ഒരു 6 മാസക്കാലത്തിൽ കൂടുതൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ പൂജ എന്ന ആറ്റുവേശ്വരി സ്കൂളിലെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പൂർണ്ണമായും കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ കണ്ടെത്തുന്നത്. രക്ഷകർത്താക്കൾക്ക് ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളില്ലായിരുന്നു. അന്ന് ആ കുട്ടിയെ ഏറ്റെടുത്തു ദീർഘമായ 6 മാസക്കാലത്തെ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിൽ ആ ചികിത്സ ഏറ്റെടുക്കുകയും കനുവിന്റെ സഹകരണവും സഹായത്തോടും കൂടിയിട്ട് ആ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ കുട്ടി നല്ല മിടുക്കിയായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന അനുഭവം ഞങ്ങളുടെ മുമ്പിൽ. അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം കൂടി ഈ അവസരത്തിൽ പങ്കുവയ്ക്കുക. ഞങ്ങളെ ഹോം ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ പോകുന്ന സമയത്താണ് അമ്പത്തർ ഗ്രാമത്തിൽ ഒരു കൊച്ചുകുട്ടി, ഒരു പെൺകുട്ടി, ഡിഗ്രിക്ക് മികച്ച വിജയം നേടിയ ഒരു കുട്ടി പുത്തൂരിലെ ലയൺസ് ക്ലബ്ബ് നിർമ്മിച്ചു കൊടുത്ത ഒരു ബാത്റൂമിൽ ഇരുന്ന് പഠിക്കുന്ന ദയനീയമായ കാഴ്ച. ആ വീട്ടിലെ സാഹചര്യം ആ കുട്ടിയെ മറ്റു സൗകര്യങ്ങളില്ലാതെ അതിൽ നിന്ന് പഠിക്കുകയാണ്. വിയർത്ത് പൊളിച്ച് ഉള്ള ഒരു ഇരിപ്പ് ഞങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചു. അന്നാണ് ഞങ്ങൾ ആ കുട്ടിയുടെ പഠനം ഏറ്റെടുത്തത്. കഴിഞ്ഞ ആ കുട്ടി PG വിദ്യാഭ്യാസം ഇപ്പോൾ പൂർത്തീകരിച്ചു, പോസ്റ്റ് ഗ്രാജുവേഷൻ പൂർത്തീകരിച്ചു. കേരള സർവകലാശാലയിൽ 6ാം റാങ്കോട് കൂടിയിട്ട് ആ കുട്ടി വിജയിച്ചു വന്നു എന്നതും കനുവിൻ്റെ ഏറ്റവും നല്ല നേട്ടമാണ്. ആ കുട്ടിക്ക് ഒരു പഠനം കൂടി ഒരുക്കി കൊടുത്തതാണെങ്കിലും ആ കുട്ടിയുടെ മറ്റു വിദ്യാഭ്യാസ കാര്യങ്ങൾ നിർവഹിച്ചതും എല്ലാം കനുവിനെ സ്നേഹിക്കുന്ന വിദേശ മലയാളികളും അടക്കമുള്ള ആളുകളാണ്. കനുവിൻ്റെ നാളിതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സഹായമായി നിന്നിട്ടുള്ളത് ഈ നാട്ടുകാരാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ എല്ലാവർക്കും അറിയാം, നാട്ടിലൊരു കല്യാണം നടന്നാൽ, നാട്ടിലൊരു ഓർമ്മദിനം നടത്തിയാൽ, നാട്ടിലൊരു ജന്മദിനം നടന്നാൽ ആ വീടുകളിൽ ഉണ്ടാകുന്ന എല്ലാ ചടങ്ങുകളിലും കനുവ് കൂടി ഇപ്പോൾ ഒരു ഭാഗമായി തീരുകയാണ്. ഇപ്പോൾ കൊട്ടാരക്കര ആശുപത്രിയിൽ നടന്നു വരുന്ന ഭക്ഷണ വിതരണം എല്ലാം സ്പോൺസർ ചെയ്യുന്നു. ഓരോ ദിവസവും വിവാഹ വാർഷികമാണെങ്കിലും, വിവാഹമാണെങ്കിലും, ജന്മദിനമാണെങ്കിലും, ചരമദിനമാണെങ്കിലും, മറ്റു സന്തോഷ അവസരങ്ങൾ, ആദ്യത്തെ ശമ്പളം, പരീക്ഷാ വിജയങ്ങൾ, ഇതിലെല്ലാം ആളുകൾ കൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ കനുവ് മാവടിയുടെ, കുളക്കടയുടെ, നമ്മുടെ നാട്ടിലെ ഒരു പൊതു പ്രസ്ഥാനമായി മാറി എന്ന സന്തോഷകരമായ അവസരത്തിലാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ക്യാമ്പിലേക്ക് നമ്മൾ പോകുന്നത്. മെഡിക്കൽ ക്യാമ്പിൻ്റെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ ഡോക്ടർ വിഷ്ണു ഇവിടെ ഷെയർ ചെയ്യും എന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമസ്കാരം. കനുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അതിൻ്റെതായ ഭാരവാഹികൾ പറഞ്ഞല്ലോ. നമ്മൾ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് കുറച്ച് നാളായിട്ട് നമ്മുടെ പ്ലാനിങ്ങിലുള്ളതാണ്. അപ്പോൾ സാധാരണ നടത്തുന്ന ഒരു ചെറിയ മെഡിക്കൽ ക്യാമ്പിന് പകരം ഒരു 500ഓളം രോഗികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ എല്ലാ സേവനങ്ങളും കൊടുത്തുകൊണ്ടുള്ള ഒരു വലിയ മെഡിക്കൽ ക്യാമ്പാണ് ഈ വരുന്ന 19-ാം തീയതിയിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിൽ നിരവധി സേവനങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുന്ന രോഗികൾക്ക് തികച്ചും സൗജന്യമായി നമ്മൾ നൽകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ നൽകുന്ന സേവനങ്ങളിൽ ഒന്ന് സ്കാനിങ് ആണ്. അതായത് ഒന്ന് ബോൺ ഡെൻസിറ്റി സ്കാനിങ്, പെരിഫറൽ ന്യൂറോപ്പതി സ്കാനിങ്. ഈ 2 സ്കാനിങ്ങും, എല്ലുകളിലുള്ള തേയ്മാനത്തിൻ്റെ കുറിച്ച് അറിയുന്ന സ്കാനിങ്ങും, അതുപോലെ ഈ ഷുഗറൊക്കെ ബാധിച്ച് ഞരമ്പുകളുടെ ബലം കുറയുന്ന ന്യൂറോപ്പതി എന്ന് പറയുന്ന അവസ്ഥയ്ക്കുണ്ടാകുന്ന അതിൻ്റെ വ്യാപ്തി തിരിച്ചറിയാനുള്ള സ്കാനിങ്. ഈ 2 സ്കാനിങ് നമുക്ക് തികച്ചും സൗജന്യമായി നമ്മൾ ഈ ക്യാമ്പിൽ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പ്രാഥമികമായ ലാബ് സൗകര്യങ്ങൾ, പിന്നെ ഈ രോഗികൾക്ക് വേണ്ടുന്ന മുഴുവൻ മരുന്നുകളും, അതായത് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്ന രോഗികൾക്ക് വേണ്ടുന്ന മുഴുവൻ മരുന്നുകളും നമ്മൾ കളക്ട് ചെയ്തും പ്രിപ്പയർ ചെയ്തും നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നതിൽ ഏറ്റവും അർഹരായ, അതായത് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് 1 വർഷത്തേക്ക് തുടർ ചികിത്സ ആവശ്യമായ മരുന്നുകൾ നൽകാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 7 ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഡോക്ടേഴ്സാണ് നമുക്ക് ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. അതിലൊന്ന് അസ്ഥിരോഗ വിഭാഗത്തിൽ നിന്ന് നേത്രരോഗ വിഭാഗം, ENT, പിന്നെ സ്ത്രീരോഗം, സ്ത്രീകൾക്ക് വേണ്ടി, പ്രായമായ അമ്മമാർക്കും വേണ്ടി ഒരു പ്രത്യേക സ്ത്രീരോഗ വിഭാഗത്തിൽ, പിന്നെ മാനസികാരോഗ്യം, ത്വക്ക് രോഗം,
പിന്നെ ജനറൽ മെഡിസിൻ. അങ്ങനെ ഏകദേശം 15ഓളം ഡോക്ടർമാരുടെ സേവനം 19-ാം തീയതിയിലെ ക്യാമ്പിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ സ്ക്രീനിങ്, രോഗങ്ങൾക്ക് വേണ്ടുന്ന രോഗങ്ങളുടെ ബോധവൽക്കരണ ക്ലാസ്സുകൾ, എങ്ങനെ ഇപ്പോൾ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ നമുക്ക് എങ്ങനെ നേരത്തെ തിരിച്ചറിയാം, അതിൽ നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇതിനെക്കുറിച്ചും വിശദമായ രീതിയിലുള്ള ക്ലാസ്സുകളും ബോധവൽക്കരണ ക്ലാസ്സുകളും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കനിവിൻ്റെ പ്രവർത്തനത്തോട് ചേർന്ന് പാലിയേറ്റീവ്, അതായത് വീടുകളിൽ പാലിയേറ്റീവ് ട്രീറ്റ്മെൻ്റ് ഉള്ള രോഗികളുടെ നമ്മുടെ ഡോക്ടേഴ്സിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഡോക്ടേഴ്സ് പോയിട്ട് വീട്ടിൽ പോയി കണ്ട് അവർക്ക് വേണ്ടുന്ന ചികിത്സകളും ഈ 19-ാം തീയതിയിലെ ക്യാമ്പിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന അതുപോലെ തന്നെ ഈ പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയ രോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് ഈ ക്യാമ്പിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. വെരിക്കോസിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും, നമ്മൾ കാണുന്ന എല്ലാവരും തീർച്ചയായും ഈ ക്യാമ്പിലെ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളുമായി കനിവും അശ്വിനി മേഡം ആയുർവേദ ഹോസ്പിറ്റലും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. 19-ാം തീയതി നമ്മുടെ വീട്ടിലുള്ള പ്രായമായവരെയും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരെയും കിടപ്പ് രോഗികളും ഉണ്ടെങ്കിൽ ഞങ്ങളെ സമീപിക്കണം. തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഈ ക്യാമ്പിൽ വരുന്നവർ എങ്ങനെ ബുക്ക് ചെയ്യണം? ഫോണിലൂടെ അതിന്റെ ഡീറ്റെയിൽസ് കൂടെ കൊടുക്കും. കേൾക്കുന്ന ആൾക്കാർക്ക് 19-ാം തീയതി രാവിലെ 9 മണി മുതലാണ് ക്യാമ്പ് മാവടി ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ, ആരോഗ്യ പ്രവർത്തകർ, പഞ്ചായത്തിലെ കനിവിൻ്റെ സന്നദ്ധ പ്രവർത്തകർ ഇവരെല്ലാം ഈ ഫോമുകൾ എത്തിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർമാരുടെ കൈവശവും ഇതുണ്ട്. അത് രജിസ്റ്റർ ചെയ്ത് അവർക്ക് എത്താം. അതല്ല അന്ന് നേരിട്ട് വേണമെങ്കിലും വന്ന് രാവിലെ 9 മണി മുതൽ രജിസ്ട്രേഷനുണ്ട്. പൂർണ്ണമായും സൗജന്യമാണ്. എല്ലാ ചികിത്സയും സൗജന്യമാണ്. എല്ലാ പരിശോധനയും സൗജന്യമാണ്. ഇവിടെ നേരിട്ട് വരാം. 9 മണി മുതൽ 3 മണി വരെയാണ് ക്യാമ്പ് സമയം. ക്യാമ്പ് രാവിലെ 9:30 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PK ഗോപനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമ്മുടെ വിശിഷ്ടാതിഥികളായി ആ ക്യാമ്പിൽ കുറേയധികം ആളുകൾ കനിവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ എത്തുന്നുണ്ട്. കാർഷിക കോർപ്പറേഷൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിട്ടുള്ള ശ്രീ മുകേഷ്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ഡോക്ടർ KB സോമരാജൻപിള്ള, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് S രഞ്ജിത്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ സജി കുടക്കാല, കുളക്കട സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് B ശിവശങ്കരപിള്ള, കുളക്കട പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കോട്ടക്കൽ രാജപ്പൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജയകുമാർ, മാവടിയിലെ വാർഡ് മെമ്പർ K രതി, അതുപോലെ ഞങ്ങൾ ഈ കനിവിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള സൗജന്യ PSC പരീക്ഷാ പരിശീലനത്തിൽ ഏറ്റെടുത്തിട്ടുള്ള കൊട്ടാരക്കര ടിപ്സ് PSC കോച്ചിങ്ങിൻ്റെ ശ്രീ സാനു, ഇവരെല്ലാം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. മറ്റ് ജനപ്രതിനിധികളും എല്ലാവരും എത്തുന്നുണ്ട്. മുഴുവൻ ആളുകളും നമ്മുടെ സഹായവുമായിട്ട് ഇവിടെ ഉണ്ടാകണം. നമുക്ക് നമ്മുടെ ക്യാമ്പിന് ആവശ്യമായ ലാബ് സൗകര്യങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് കൊട്ടാരക്കര വിജയ ഡയഗ്നോസ്റ്റിക്സ് ആണ്. അപ്പോൾ അവരുടെ ഒരു ടീമിന്റെ സേവനം നമുക്ക് നമ്മുടെ ക്യാമ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നേത്രരോഗത്തിന് നേത്രരോഗ ചികിത്സയും അതിനെ തുടർ ചികിത്സയ്ക്ക് ആവശ്യം, ഇപ്പോൾ കണ്ണാടി അങ്ങനെയെങ്കിൽ ഗ്ലാസ് ഒക്കെ ആവശ്യമുള്ളവർക്ക് പുത്തൂർ കാരുണ്യ ഐ ക്ലിനിക്കിന്റെ ഭാഗമായിട്ട് നമുക്ക് കണ്ണാടി വളരെ കുറഞ്ഞ ചെലവിൽ ഡിസ്കൗണ്ടോടുകൂടി ലഭ്യമാക്കുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങൾ ഈ ക്യാമ്പിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതെ, ഈ സ്കാനിങ്ങുകളെല്ലാം നമുക്ക് ഇവിടെ തന്നെയാണ്. ഈ ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് സ്കാനിങ് എല്ലാം ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കും. ലാബ് ടെസ്റ്റുകൾ, സ്കാനിങ് ഇതെല്ലാം ഇവിടെ അതെ, എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായും സൗകര്യം. 9 മണി മുതൽ 3 മണി വരെയാണ് ക്യാമ്പ് ടൈം. 9 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ ആരംഭിക്കും. 10 മണിക്ക് ഡോക്ടർമാരുടെ പരിശോധനയും സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെയൊന്നുമില്ല, പഞ്ചായത്തിന് പുറത്തുള്ളവർക്കും പങ്കെടുക്കാം. നേരിട്ട് വന്ന് രജിസ്റ്റർ ചെയ്യാം. അന്ന് രാവിലെ തന്നെ നേരിട്ട് വന്നും അവർക്ക് രജിസ്റ്റർ ചെയ്യുന്നത്. നേരത്തെ വരുന്നവർക്ക് മാവടി ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ തൊട്ട് പുറകിൽ കനിവിന്റെ ഓഫീസുണ്ട്. ആ ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ രജിസ്ട്രേഷനുള്ള ഓഫീസ് സ്റ്റാഫുണ്ട്, രജിസ്ട്രേഷൻ നടത്താം. ഇല്ലെങ്കിൽ നേരിട്ട് അന്ന് 2 യാത്രയുടെ കാര്യമില്ല, നേരിട്ട് അന്ന് രാവിലെ വേണമെങ്കിലും വരാം. നമ്മൾ ക്യാമ്പിനൊരു നിശ്ചിത പരിധിയൊന്നും വെച്ചിട്ടില്ല. കുളക്കട പഞ്ചായത്തിൽ നിന്നാകാം, നെടുവത്തൂർ പഞ്ചായത്താകാം, കൊട്ടാരക്കര മുനിസിപ്പാലിറ്റി ആകാം, നമ്മുടെ തൊട്ടടുത്തുള്ള മണ്ണടിയിൽ നിന്നാകാം. എവിടെ നിന്ന് വരുന്നതിനും അവർക്കെല്ലാം ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തും.
അപ്പോൾ അവസാനിപ്പിക്കാം. ശരി.